السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരിൽ സഹോദര സഹോദരിമാരെ, എൻ്റെ വത്സലനിധികളായ വിദ്യാർത്ഥിനികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഏറ്റവും മഹത്വമേറിയ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചാണ്. അത് ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുൽ ആസം. ആ ഇസ്മുൽ ആസം അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി, എന്തുകൊണ്ട്? അതുപോലെ തന്നെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മളിലേക്ക് ആഗതമാകാൻ പോകുന്ന പരിശുദ്ധമായ റമദാൻ, അതിലുണ്ടാകുന്ന ലൈലത്തുൽ ഖദ്ർ അതും മറച്ചു വെച്ചു എന്നുള്ളതാണ്. നിരവധി മറഞ്ഞ കാര്യങ്ങളുണ്ട് കേട്ടോ. മഫാത്തിഹുൽ ഗൈബി ഖംസുൻ എന്ന് പറയുന്നത് 5 അദൃശ്യ കാര്യങ്ങളുടെ മിഫ്താഹ്, താക്കോൽ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അത് ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തുറന്നു കൊടുക്കും, ഉള്ള താക്കോല് കൊടുക്കും. ആ വിഷയം നിൽക്കട്ടെ. അപ്പം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ രണ്ട് മഹത്തായ വിഷയത്തെ സംബന്ധിച്ചാണ്. സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമദാൻ റഹ്മത്തിന്റെ മാസമാണ്, കരുണയുടെ മാസമാണ്. അതുപോലെ തന്നെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന മാസമാണ്. നരകത്തിന്റെ കവാടം കൊട്ടിയടക്കപ്പെടുന്ന മാസം. അതുപോലെ തന്നെ ശൈത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിപ്പിച്ചിരുന്ന ആ ഒരു മാസം, ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന മാസം. എന്തും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം, ഏതെല്ലാം ഹൈറായ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ഇരട്ടിയായി നമ്മൾക്ക് പ്രതിഫലം നൽകുന്ന മാസം. അതുകൊണ്ട് എന്തെല്ലാം ഹൈറായ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നാം ശീലിക്കണം, എടുക്കണം. അതിനൊക്കെ എത്രയോ ഇരട്ടി പ്രതിഫലമുണ്ട്. അപ്പൊ എന്തുകൊണ്ട് എന്നുള്ളതാണ്. എൻ്റെ സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന് സമ്പത്ത് ഉണ്ടായതുകൊണ്ടോ ദാരിദ്ര്യമില്ലാതെയായതുകൊണ്ടോ ആ മനുഷ്യന് ശാന്തി സമാധാനം ലഭിക്കുന്നില്ല. ഉയർന്ന ജീവിതമല്ല നമുക്ക് സന്തോഷം നൽകുന്നത്. ഉന്നതമായ സാംസ്കാരികതയും ആത്മവിശ്വാസവും നമുക്ക് സന്തോഷവും ആനന്ദവും നൽകുന്നതാണ്. അതിന് മനസ്സിൽ ഇരുണ്ടുകൂടിയതായ ആ മാലിന്യങ്ങളെ പുറന്തള്ളപ്പെടാത്ത കാലത്തോളം ഈ പരിശുദ്ധമായ റമദാൻ കൊണ്ടും എന്ത് ഹൈർ കൊണ്ടും നമ്മൾക്ക് അത് പ്രവർത്തിച്ചാൽ അതിൻ്റെ ഉപകാരം ലഭ്യമാകുകയില്ല എന്നുള്ളതാണ്. നമുക്ക് വലിയ ഒരു സമുദ്രം എത്രയോ വലുതാണ്. ആ സമുദ്രത്തിന് ഒരു കപ്പൽ ഇറക്കി കഴിഞ്ഞാൽ ആ കപ്പൽ ചെറിയൊരു ദ്വാരം ഉണ്ടായി കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം കിടന്നാൽ എന്താവും? ആ കപ്പൽ ഒന്നായിട്ട് മുക്കിക്കളയും. നേരെ മറിച്ച് അതിലേക്ക് വെള്ളം പ്രവഹിക്കാത്ത കാലത്തോളം സമുദ്രത്തിലുള്ള വെള്ളം മുഴുവനും വിചാരിച്ചാലും ആ കപ്പലിനെ മുക്കിക്കളയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് എല്ലാം നടക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നതാണ്. എന്നാൽ എൻ്റെ സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഈ റമദാൻ മാസം നമ്മളിലേക്ക് ആഗതമായി കൊണ്ടിരിക്കാനുള്ള ഒരുപാട് ഗുണങ്ങളും നന്മകളും ഉണ്ട് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈലത്തുൽ ഖദ്റും അതുപോലെ തന്നെ ഈ ഇസ്മുൽ ആസം, എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്ന ഒന്നാണ് ഇസ്മുൽ ആസം. ചെറിയ ഒരു താക്കോല് കൊണ്ട് വലിയ ഒരു കൊട്ടാരത്തിന്റെ കവാടം നമുക്ക് തുറക്കാൻ കഴിയും. അതാണ് ഇസ്മുൽ ആസം. നേരെ മറിച്ച് ചെറിയ ഒരു തീപ്പെട്ടിക്കുള്ളി കൊണ്ട് ആ കൊട്ടാരം നശിപ്പിക്കാനും കഴിയുന്നില്ലേ? എന്നാൽ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചീത്തയായ നീചമായ എന്തെങ്കിലും കാര്യമുണ്ടോ അത് നാം പാടെ പുറന്തള്ളിക്കൊണ്ട് ഈ വരാനിരിക്കുന്ന പരിശുദ്ധ റമദാനിൽ നമ്മൾ ചില അഴമാലുകളെ പതിവാക്കുക, നമ്മൾ കൂടെ നിർത്തുക. എന്നാൽ ഒരുപാട് ഗുണങ്ങൾ നമ്മൾക്കുണ്ടാവും. എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന ഒന്നാണ് ഇസ്മുൽ ആസം എന്ന് പറഞ്ഞത്. ഞാൻ കുറെ മുമ്പ് പറഞ്ഞത് അതിൽ ഖുർആനിന്റെ 3 സ്ഥലങ്ങളിൽ ഇതിനെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്ന്, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം
എന്നതിലാണ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകളും അതുപോലെ തന്നെ അതിൻ്റെ വ്യാഖ്യാതാക്കളുമൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊക്കെ എന്താ പറയുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. രണ്ടാമത്തെ വിശദീകരിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ആല ഇമ്രാനിലാണ്. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇവിടെ അങ്ങനെ തന്നെ. മൂന്നാമത്തത് സൂറത്ത് ത്വഹ 111 ആയത്ത് വാനത്തിൽ വുജൂഹുലിൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യുൽ ഖയ്യൂമായ അള്ളാഹുവിന് റബ്ബിന് മുഴുവനും എല്ലാം കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ്. വളരെ വളരെ അർത്ഥവത്തായ ഒന്നാണ് അത്. അതുകൊണ്ട് അതിൽ ഉൾപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇതെല്ലാം പാടെ ഉൾപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തും പള്ളിയിലിരിക്കെ ഒരു മനുഷ്യൻ കയറി വന്നു. ആ മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിലേക്ക് കൈയുയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാനുൽ ഹന്നാനുൽ അൽ ബദിഉസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഉണ്ടോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാനു ബദിഉസ് സമാവാതി വൽ അർളി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം. അൽ ഹന്നാൻ എന്ന ഹദീസിലുണ്ട്, അത് ഒഴിവാക്കിയിട്ടുമുണ്ട്. അപ്പം ഞാൻ അൽ ഹന്നാൻ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് റബ്ബിന്റെ ദർബാറിലേക്ക് കൈയുയർത്തിയാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ മലയാളത്തിൽ നമുക്ക് പറയാം. ഇത് നമുക്ക് ഈ ദ്വാ വെച്ചുകൊണ്ട് നമുക്ക് പറയാം. എന്താ? അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ, ഹംദ് നിനക്കാണ്. അൽഹംദുലില്ലയാണ് ലോകത്ത് ആദ്യമായി കൊണ്ടുപെട വന്നത്. അൽഹംദുലില്ല അഫ്ദൽ ദുആ അൽഹംദുലില്ല. ഇതിനെ പറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അതുകൊണ്ട് എല്ലാ ഹംദും നിനക്കാണ്. ആ ഹംദ് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാൻ ലാ ഇലാഹ ഇല്ലാ അൻത, നീ ഒഴികെ ഒരു ഇലാഹില്ല. അൽ ഹന്നാൻ വൽ മന്നാൻ എന്ന് കൂട്ടാം. ഹന്നാനും മന്നാനൊക്കെ അള്ളാഹുവിന്റെ ഇസ്മാണ്. അപ്പൊ ഇതുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും എന്നുള്ളതാണ്. എന്നിട്ട് നമ്മുടെ പരാതികൾ, നമ്മുടെ പ്രശ്നങ്ങൾ റബ്ബിന്റെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ ഹയ്യുൽ ഖയ്യൂമായ നീ ഒഴികെ ഒരു ഇലാഹി ഇല്ല എന്ന് ഞാൻ സമർത്ഥിക്കുന്നു, എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ ഉറപ്പിക്കുന്നു എന്ന ദൃഢനിശ്ചയത്തോടു കൂടെ റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. അപ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നതിലാണ്. ഒരാളങ്ങനെ ദായിമാക്കല അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് കുറേ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ അത് ബിസ്മില്ലാഹിർ. അപ്പോൾ ഇന്നലില്ലാഹി തിസ്അത വ തിസ്ഈന ഇസ്മാ മൻ ഹഫിളഹാ ദഖലൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 അപരനാമങ്ങളുണ്ട്. അത് ആരെങ്കിലും മനഃപ്പാടമാക്കി അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. അപ്പം അതും മഹത്തായ ഇസ്മാണ്. അതുകൊണ്ട് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. അപ്പം ഇതെല്ലാം ഉൾപ്പെട്ടതാണ് നമ്മൾ ഈ ഇസ്മുൽ ആലം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ മഹത്തായ അപരനാമം. ഇതുകൊണ്ട് അള്ളാഹുവിൻ്റെ വലിയ ഔലിയാക്കൾ, മഹാന്മാര്, സദാത്തുക്കളൊക്കെ ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉപയോഗപ്പെടുത്തി ചില ആൾക്കാർക്ക് ഈ വിലായത്ത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെ നബൂവത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കഴിയുകയില്ല. നേരെ മറിച്ച് ഔലിയാക്കളുടെ വിലായത്ത് എത്ര വലിയ ഉന്നമനാണെങ്കിലും ശരി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. അപ്പോൾ എനിക്ക് പറഞ്ഞെന്താണ്, ഈ ഇസ്മുൽ ആലം കൊണ്ട് ഇബാദത്ത് ചെയ്ത ഒരുത്തുണ്ടായിരുന്നല്ലോ, ബൽആം അങ്ങനെയായിരുന്നു എന്നാണ്. അതുകൊണ്ട് ആ ചരിത്രം ഞാൻ പറയാം, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് കൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എതിർന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് ആ മഹത്തമായ ഇസ്മുൽ ആലമെ നീക്കം ചെയ്യുകയും അവനെ ഏറ്റവും താഴ്ന്ന പടിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഇതുകൊണ്ട് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുക തന്നെ ചെയ്തു. നമ്മൾ ചോദിക്കേണ്ട സമയം നമ്മൾ ഇന്നു മുതൽ നമ്മൾക്ക് ശീലിച്ചു കൊള്ളുക. അത്താഴത്തിന് നമ്മൾ എണീക്കുമ്പോൾ കുറച്ച് നേരത്തെ എണീറ്റ് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഈ 30 റമദാൻ 30 29 ദിവസങ്ങളിലായി നമ്മൾ അത് പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ല. ആ സമയമാകുമ്പോൾ നമ്മുടെ ആ സ്പർശങ്ങൾ, നമ്മൾ കിടക്കയിൽ നിന്ന് നമ്മളുടെ ഭാഗങ്ങൾ ഉയരും, നമ്മൾ ഉണരും.
എന്ന് ശാസ്ത്രം പറയുന്നത് എന്താണെന്ന് അറിയുന്നത്, അങ്ങനെ 3 മണിയുടെയും 4 മണിയുടെയും ഇടയിൽ ഒരു മനുഷ്യൻ ഉണരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി പിന്നെ ഉറങ്ങരുത് എന്നുള്ളതാണ്. കാരണം അവനെ വിളിച്ചു ഉണർത്തിയ ഏതോ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യമാണ് അവനെ വിളിച്ചുണർത്തിയതെന്ന്. അത് അള്ളാഹുവിന്റെ അപാരമായ കുതിരത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്നതാണ്. പിന്നെ നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല. അപ്പോൾ നമ്മൾ മതിയായ നിലയിൽ ചെയ്ത് 2 റക്അത്തോ 4 റക്അത്തോ 6 റക്അത്തോ ഒക്കെ തഹജ്ജുദ് നിസ്കരിക്കുക. ശരിയല്ലേ? അപ്പൊ അത് നമ്മൾ പതിവാക്കുക. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പരാതികൾ മുഴുവനും റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ വെക്കാനുള്ള ഒരവസരമാണ്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്ർ, ഖദ്റിന്റെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടയാളങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. 27 രാവിലാണെന്നും മറ്റൊരു രാവിലാണെന്നും ഒരുപാട് അഭിപ്രായങ്ങൾ. റമദാൻ മുഴുവനാണ് എന്ന് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അത് മാത്രം ആസ്പദമാക്കി ജനങ്ങൾ ഇരിക്കുമെന്നത് കൊണ്ട് തന്നെയാണ്. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഖൈറായ ഒരു ദിനരാത്രി. ആ രാത്രിയിൽ എന്തു ചെയ്താലും 1000 മാസം അവൻ ചെയ്ത പ്രതിഫലം അവന് ലഭ്യമാകും. എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യും. ആ രാത്രിയാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാവുന്നതാണ്. അപ്പം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടാവും. ഏത് ശത്രുക്കളും ആരും അവനെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയുകയില്ല. അത് അള്ളാഹുവിൻ്റെ ഇറാദ ഒഴികെ. അപ്പം നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മളെ പരാതികളും വിഷയങ്ങളൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. നോമ്പെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ലോകമാന്യമില്ലാത്ത ഒരു ഇബാദത്താണ്. ഒരൊറ്റ നഫ്സിനും അറിയുകയില്ല അവന്റെ കൺ കുളിർമയേകുന്ന സ്വർഗമനസ്സിനെ സംബന്ധിച്ച പറഞ്ഞത്. ഒരൊറ്റ നഫ്സിനും അറിയുകയില്ല നാളെ അവന് വേണ്ടി കൺ കുളിർക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒന്ന്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ ആസ്വദിച്ചിട്ടില്ലാത്ത ഒരു മഹത്തായ അനുഗ്രഹത്തിന്റെ ഭവനം, ഒരു ആസ്വാദന സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾക്ക് ഇനി ഇവിടുന്ന് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പറയാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥന നമ്മൾ ഉൾപ്പെടുത്തുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം പറയാം. അതുപോലെ തന്നെ ഒരു ദിവസം 100 പ്രാവശ്യം രാവിലെയും 100 പ്രാവശ്യം വൈകുന്നേരവും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂര്യോദയത്തിന് മുമ്പ് അസ്തമയത്തിന് മുമ്പ് 100 പ്രാവശ്യം പറയുക. ഇതൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നേടുന്നത്. നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷവും റാഹത്തും സംതൃപ്തിയും ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തരട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് ദോഷികളും അതുപോലെ തന്നെ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത ഒരുപാട് ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളൊക്കെ നീ പുറത്തു മാഫാക്കിതാണ് റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട്. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാൻ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുണ്ട്. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.